Welcome to BSc Main Physics. Semester 5, class number 1, Statistical Physics. The paper is paper 2, Statistical Physics, Research Methodology and Disaster Management. Semester 5, class number 1, Basics of Statistical Physics, first class. The first lecture. And the first question is, what is statistical physics or statistical mechanics? We say sometimes statistical mechanics or statistical physics. What is it? ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ തെർമോഡൈനാമിക്സിലെ ഒക്കെ ഉള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ഉപയോഗിക്കാറുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സ് ഉപയോഗിച്ചിട്ടാണ് തെർമോഡൈനാമിക്സിലെ മിക്ക പ്രോപ്പർട്ടികൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യം പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സ്. A gaseous system consists of molecules whose number n is of the order of Avogadro number, that is 6.023 into 10 raised to 23. So it is practically impossible to deal with such a large number of molecules separately. ഇപ്പോൾ നമ്മൾ ഗ്യാസുകളെ പഠിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഒരു തെർമോഡൈനാമിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഗ്യാസിൻ്റെ സിലിണ്ടറാണ്, ഗ്യാസിൻ്റെ വെസലിനെ നമുക്ക് തെർമോഡൈനാമിക് സിസ്റ്റം എന്ന് പറയാം. ഇപ്പോൾ 1 ഗ്രാം മോളിക്യൂൾ ഗ്യാസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ 1 മോൾ ഗ്യാസ് എടുക്കുമ്പോൾ അതിനകത്ത് അവഗാഡ്രോ നമ്പർ എണ്ണം ഗ്യാസ് മോളിക്യൂൾ വരും. അവഗാഡ്രോ നമ്പർ എന്ന് പറഞ്ഞാൽ 6.023 into 10 raised to 23 ആണ്. ഇത്രയും മോളിക്യൂളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാവനയ്ക്ക് അപ്പുറത്തുള്ളൊരു കാര്യമാണ്, വലിയ സംഖ്യ. അപ്പോൾ ഇങ്ങനെ ഈ ഗ്യാസിൻ്റെ ഇത്രയും ഗ്യാസ് മോളിക്യൂൾസിന് ഒരു മോളിനകത്ത് തന്നെ ഇത്രയും എണ്ണം വരുമ്പോൾ ഓരോ മോളിക്യൂളും സെപ്പറേറ്റ് പഠിക്കുന്നത് പ്രയാസമുണ്ട്. അത്തരം കേസിലാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് എംപ്ലോയ് ചെയ്യുക. A gaseous system consists of molecules whose number n is of the order of Avogadro number. n is equal to 6.023 into 10 raised to 23. So it is practically impossible to deal with such a large number of molecules separately. ഇപ്പോൾ ഓരോ മോളിക്യൂളിലെ ഇത്രയെണ്ണം മോളിക്യൂളിനെ സെപ്പറേറ്റ് ആയിട്ട് സ്റ്റഡി ചെയ്യുക എന്ന് പറയുന്നത് പ്രയാസമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഹെൻസ് എ statistical approach is adopted where we describe the proportion of the system in terms of averages of different microscopic quantities. അപ്പോൾ ഇങ്ങനെ അനേകം മോളിക്യൂൾ വരുന്ന കേസിൽ ആ മൊത്തം മോളിക്യൂൾ പഠിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു സാമ്പിൾ എടുക്കും, ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ച് സ്വീകരിക്കും, എന്നിട്ട് പ്രോപ്പർട്ടീസ് ആ സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടി നമ്മൾ ആവറേജ് വാല്യൂ എസ്റ്റിമേറ്റ് ചെയ്ത് കണ്ടുപിടിക്കും. മൈക്രോസ്കോപ്പിക് ആയിട്ട് ഇപ്പോൾ ഒരു മോളിക്യൂളിൽ തനിച്ച് പറഞ്ഞാൽ അതിന് മൈക്രോസ്കോപ്പിക് വാല്യൂ ആണ്. മോളിക്യൂളിൻ്റെ മാസ്, മോളിക്യൂളിൻ്റെ വോളിയം, ഡെൻസിറ്റി എന്നൊക്കെ പറയുന്നത് ഒരു സിംഗിൾ മോളിക്യൂളിൻ്റെ കാര്യം വെച്ച് പറയുകയാണെങ്കിൽ അത് മൈക്രോസ്കോപ്പിക് ആയിട്ട് കരുതാം. അവയെല്ലാം മൊത്തം പഠിക്കാനായിട്ട് ചെയ്യുന്നത് സാമ്പിൾ എടുത്തിട്ട് പഠിക്കും, ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ച് സ്വീകരിക്കും. ഇപ്പോൾ സാമ്പിൾ കളക്ഷൻ, സാമ്പിൾ സ്റ്റഡി സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സിലെ ഒരു മെത്തേഡാണ്. ദിസ് ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ഈസ് കോൾഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സ്. അപ്പോൾ ഈ ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സ്. അപ്പോൾ ഒരു ഗ്യാസിനെ മൊത്തം പഠിക്കാതെ കുറച്ച് പാർട്ട് മാത്രം, ഏതാനും മോളിക്യൂൾ മാത്രം എടുത്ത് പ്രത്യേകം പഠിച്ചിട്ട് ആ മൊത്തം ഗ്യാസിൻ്റെ ബിഹേവിയർ തീരുമാനിക്കുന്ന രീതി, ആ അപ്രോച്ചിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സ്. ഒരു ഗ്യാസ് നമുക്കുണ്ടെങ്കിൽ, ഒരു സിസ്റ്റം നമുക്കുണ്ടെങ്കിൽ, ആ സിസ്റ്റത്തിൻ്റെ ഓരോ മോളിക്യൂളും പ്രത്യേകം എടുത്ത് പഠിക്കാതെ കുറച്ച് മാത്രം പഠിച്ചിട്ട് സിസ്റ്റത്തിൻ്റെ കംപ്ലീറ്റ് ബിഹേവിയർ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ആ മെത്തേഡ്, അതിനെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്നത്. The fundamental problem of statistical physics is to derive the proportion of macroscopic system assemblies from microscopic systems. That is, statistical mechanics enables us to predict the average properties of the system without a detailed knowledge of the
ഇനിഷ്യൽ കണ്ടീഷൻസ് ഓഫ് ഇറ്റ്സ് കമ്പോണൻസ്. അപ്പോൾ കമ്പോണൻസും ഓരോന്നായിട്ട് പ്രത്യേകം പഠിക്കാതെ കുറച്ച് മാത്രം പഠിച്ചിട്ട് ആ മൊത്തം ബിഹേവിയർ, ആ സിസ്റ്റത്തിൻ്റെ മൈക്രോസ്കോപ്പിക് ബിഹേവിയർ കണ്ടുപിടിക്കുന്ന രീതി, അതിനാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ച് എന്ന് പറയാം. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ഗ്യാസ് മോളിക്യൂൾ, ആ ഗ്യാസിൻ്റെ ജനറൽ പ്രോപ്പർട്ടി നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് മൊത്തം ഓരോ മോളിക്യൂൾ എടുത്ത് പഠിക്കത്തില്ല, കുറച്ച് മാത്രം എടുത്തിട്ട് പഠിച്ചിട്ട് മൊത്തം ബിഹേവിയർ എസ്റ്റിമേറ്റ് ചെയ്യും. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത് ഇത്രയല്ല. ഇപ്പോൾ ഒരു കോളേജിൽ കുറേ കുട്ടികളുണ്ട്. ആ കുട്ടികളുടെ എല്ലാത്തിൻ്റെയും സാമ്പത്തിക നിലവാരം എങ്ങനെയാണ്, അവരുടെ ആ സമ്പത്ത് എങ്ങനെയാണ്, അവർ എത്രമാത്രം പൈസ ഉള്ള വീട്ടിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഒരു കുടുംബ വരുമാനം എത്രയാണ്, ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഓരോ കുട്ടിയുടെയും, ഇപ്പോൾ 10,000-2,000 കുട്ടികളുള്ള ഒരു കോളേജിലാണെങ്കിൽ ഓരോ കുട്ടിയുടെ എടുത്ത് വരുമാനം, അവരുടെ വീട്ടിലെ വരുമാനം കണ്ടുപിടിച്ച് കൂട്ടിയെടുക്കാൻ വളരെ സമയമെടുക്കും. അതിന് പകരം ഈ റാൻഡമായിട്ട് ഒരു 10, 20 അല്ലെങ്കിൽ 50 കുട്ടികളെ സെലക്ട് ചെയ്തിട്ട് അവരുടെ കുടുംബ വരുമാനം നോക്കിയിട്ട് മൊത്തം ആ കോളേജിലെ കുട്ടികളുടെ അവരുടെ കുടുംബത്തിൻ്റെ ആവറേജ് വരുമാനം കാണുന്ന രീതി, അത്തരം അപ്രോച്ച്. അപ്പോൾ ഏതാനും പേരുടെ കാര്യങ്ങൾ പഠിച്ചിട്ട് മൊത്തം പേരുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന രീതി, ആവറേജ് ബിഹേവിയർ പഠിക്കുന്ന രീതി, അതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലെ അപ്രോച്ച്. ഇപ്പോൾ ഗ്യാസ് മോളിക്യൂളുടെ കാര്യത്തിൽ കുറച്ച് മോളിക്യൂളുണ്ട്, അതിന് കുറച്ച് മോളിക്യൂൾ ആകുമ്പോൾ അതിനെ മൈക്രോസ്കോപ്പി എന്ന് പറയും. മൈക്രോസ്കോപ്പിക് സിസ്റ്റം പഠിച്ചിട്ട് മൊത്തം മോളിക്യൂൾ മൈക്രോസ്കോപ്പിക് ബിഹേവിയർ ഡിറ്റർമിൻ ചെയ്യുന്ന ആ ഒരു മെത്തേഡിനെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് എന്ന് വിളിക്കും. മൈക്രോസ്കോപ്പിക് പ്രോപ്പർട്ടി സ്റ്റഡി ചെയ്തിട്ട് മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടി അത് കണ്ടുപിടിക്കുന്ന രീതി, ആവറേജ് വാല്യൂ എത്തുന്ന രീതി, അതിനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ച് പഠിക്കുമ്പോൾ ഇവിടെ പ്രോബിലിറ്റിക്ക് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഒരു പ്രോബിലിറ്റി ടേം ഉണ്ട്, അതിന് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബിലിറ്റി എന്ന് പറയും. സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബിലിറ്റി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തെർമോഡൈനാമിക് പ്രോബിലിറ്റി പറയും. ഇവിടെ ആദ്യം പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബിലിറ്റിയാണ്. ദ പ്രോബിലിറ്റി of a particular event is the ratio of number of cases in which event occurs to the total number of possible events. ഒരു റേഷ്യോ ആയിട്ടാണ് ഈ പ്രോബിലിറ്റി അളക്കുക. എന്താണ് പ്രോബിലിറ്റി? ദ പ്രോബിലിറ്റി ഓഫ് എ പർട്ടിക്കുലർ ഇവൻറ്റ്, ഒരു ടോസിങ് എ കോയിൻ, അല്ലെങ്കിൽ ടേക്കിംഗ് എ ബോൾ ഫ്രം എ ബോക്സ്, ഒരു പെട്ടിയിൽ നിന്ന് ബോള് നമ്മൾ പുറത്തേക്ക് എടുക്കുക. ഇപ്പോൾ കറുത്തതും വെളുത്തതും പച്ചയ്ക്ക് ബോൾ ഉണ്ടെങ്കിൽ അവരെ എടുക്കുക. പച്ച വരാനുള്ള സാധ്യത എത്രയാണ് എന്നൊക്കെ പറയാറില്ലേ? ഈ നാണയം ടോസ് ചെയ്യുമ്പോൾ ആ നാണയത്തിന് ഹെഡ് വീഴാനുള്ള സാധ്യത, പ്രോബിലിറ്റി, അത്തരം കാര്യങ്ങളാണ്. ദ പ്രോബിലിറ്റി ഓഫ് എ പർട്ടിക്കുലർ ഇവൻറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് നമ്പർ ഓഫ് കേസസ് ഇൻ വിച്ച് ദി ഇവൻറ്റ് ഒക്കേഴ്സ് ടു ദി ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഇവൻറ്റ്സ്. ഒരു ഇക്വേഷനായിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എഴുതാം, പ്രോബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റ്, ഒരു സംഭവത്തിൻ്റെ അത് നടക്കാനുള്ള സാധ്യത. The probability of an event P is equal to number of favorable events by total number of equally likely events. Number of favorable events by total number of events, possible events. That is called probability. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ 2 നാണയം നമ്മൾ ടോസ് ചെയ്യുകയാണെങ്കിൽ 4 തരത്തെ വീഴാമല്ലോ. 2 ഹെഡ് H1H2, 2 ടെയിൽ T1 T2, പിന്നെ H1 T2 S2 T1, അങ്ങനെ 4 തരത്തിൽ അത് പതിക്കാവുന്നതാണ്. അപ്പോൾ 2 ഹെഡുകൾ ഒരുമിച്ച് പതിക്കാനുള്ള സാധ്യത എന്താണ്, അത് കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ പ്രോബിലിറ്റി ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പ്രോബിലിറ്റി ഡിറ്റർമിനേഷൻ? P is equal to number of favorable events by total number of equally likely events or total number of events. ഇപ്പോൾ 2 നാണയം ടോസ് ചെയ്യുമ്പോൾ അതിൻ്റെ 2 ഹെഡ് ഒരുമിച്ച് വീഴാനുള്ള സാധ്യത നമ്മൾ 1/4 എന്നാണ് പറയുന്നത്. കാരണം 4 തരത്തിൽ നാണയത്തിന് വീഴാം. H1H2, T1 T2, H1 T2, S2 T1, ഇങ്ങനെ 4 തരത്തിൽ വീഴാം. അതിൽ H1 S2 വീഴാനുള്ള സാധ്യത എത്രയാണ്? 1/4. അതാണ് ഫോർമുല. ദ ടോട്ടൽ നമ്പർ ഓഫ് ഫേവറബിൾ ഇവൻറ്റ്സ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഇവൻറ്റ്സ്. അതാണ് പ്രോബിലിറ്റിയുടെ ഡെഫിനിഷൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബിലിറ്റി ഡെഫിനിഷൻ.
ഇനി പ്രോബിലിറ്റിയിൽ ഒന്ന് രണ്ട് തിയറി ഉണ്ട്. ചില കേസിൽ നമ്മൾ പ്രോബിലിറ്റി കൂട്ടിയെടുക്കും, മറ്റ് ചില കേസിൽ പ്രോബിലിറ്റി ഗുണിച്ചെടുക്കും. അപ്പോൾ ഒരു ബോക്സിൽ നിന്ന് ബോൾ എടുക്കുമ്പോൾ ഒരു പച്ച ബോൾ അല്ലെങ്കിൽ ഒരു യെല്ലോ ബോൾ പുറത്തേക്ക് വരാനുള്ള സാധ്യത എത്രയാണ്, അവിടെ നമ്മൾ അത്തരം കേസിൽ നമ്മൾ പ്രോബിലിറ്റി ആഡ് ചെയ്യണം ചെയ്യുന്നത്. അപ്പോൾ അഡീഷൻ തിയറം ഓഫ് പ്രോബിലിറ്റി if P1, P2, etc. Pn are the probabilities of mutually exclusive events. The mutually exclusive events in the example are drawing out balls from a box. ഒരു ബോക്സിൽ നിന്ന് ബോൾ പുറത്തേക്ക് എടുക്കുന്നത്. Then the probability that any of these event will happen is P is equal to P1 plus P2 plus P3 plus etc. plus Pn. അപ്പോൾ ഈ ബോക്സിൽ നിന്ന് കളേർഡ് ബോൾ പുറത്തേക്ക് എടുക്കുമ്പോൾ അവിടെ രണ്ട് പച്ച ബോൾ വരാൻ ഉള്ള പ്രോബിലിറ്റി എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത്? ആകെ പ്രോബിലിറ്റി കാണാനായിട്ട് നമ്മൾ ഇൻഡിവിജ്വൽ പ്രോബിലിറ്റി അവയെല്ലാം കൂടി ആഡ് ചെയ്താൽ മതി. ഇഫ് P1, P2, Pn etc. up to Pn are the possibilities of mutually exclusive events, example drawing out balls from a box, then the probability that any of these events will happen is P is equal to P1 plus P2 plus P3 plus etc. plus Pn. ഇനി multiplication theorem of probability. If the probabilities of occurrence of two independent events are P1 and P2, then the probability of occurrence of the two events simultaneously is the product of P1 and P2. അപ്പോൾ രണ്ട് ഇൻഡിപെൻഡൻ്റ് ഇവൻ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ടോസിങ് 2 കോയിൻ, 2 കോയിൻ ടോസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഹെഡ് വീഴാനുള്ള സാധ്യത എത്രയാണ്? അപ്പോൾ ഒരു നാണയം മാത്രം ടോസ് ചെയ്താൽ ഹെഡ് വീഴാനുള്ള സാധ്യത എത്രയാണ്? രണ്ടാമത്തെ നാണയം മാത്രം ടോസ് ചെയ്താൽ ഹെഡ് വീഴാനുള്ള സാധ്യത എത്രയാണ്? അവ രണ്ടും ഗുണിക്കുക എന്നുള്ളതാണ് ഇത്തരം കേസ്. ഇഫ് ദ പ്രോബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് ടു ഇൻഡിപെൻഡന്റ് events are P1 and P2, then the probability of occurrence of the two events simultaneously is the product of P1 and P2. Example in this case is tossing 2 coins, that is P is equal to P1 into P2. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 2 നാണയം ഒരുമിച്ച് ടോസ് ചെയ്താൽ 2 ഹെഡുകൾ ഒരുമിച്ച് വീഴാനുള്ള സാധ്യത 1/4 ആണ്. ഒരു നാണയം ടോസ് ചെയ്താൽ ഹെഡ് വീഴാനുള്ള സാധ്യത 1/2 ആണ്. രണ്ടാമത്തെ നാണയം തനിച്ച് ടോസ് ചെയ്താൽ, രണ്ടാമത്തെ നാണയം മാത്രം ടോസ് ചെയ്താൽ ഹെഡ് വീഴാനുള്ള സാധ്യത 1/2 ആണ്. ഈ 2 നാണയങ്ങളും 2 കോയിനുകളും നമ്മൾ ഒരുമിച്ച് ടോസ് ചെയ്താൽ ഹെഡ് വീഴാനുള്ള സാധ്യത 1/4 ആണ്. ആ 1/4 എങ്ങനെ കിട്ടി? 1/2 ഇൻറ്റു 1/2 എന്നാണ് അർത്ഥം. അതാണ് ഇവിടെ P is equal to P1 into P2 എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി? സ്റ്റേറ്റ് ദ 2 പ്രോബബിലിറ്റി തിയറംസ്. അപ്പോൾ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി? 2 പ്രോബബിലിറ്റി തിയറംസ് അത് സ്റ്റേറ്റ് ചെയ്യുക. അഡീഷൻ തിയറം ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ തിയറം. ഇനി നമ്മളിതിൽ പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഷോർട്ട് നോട്ടാണിത്. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്: മൈക്രോ സ്റ്റേറ്റ് ആൻഡ് മാക്രോ സ്റ്റേറ്റ്. മൈക്രോ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഇൻഡിവിജ്വൽ ഇവൻ്റ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ പാർട്ടികൾ എന്നൊക്കെ പറയും നമ്മൾ. മാക്രോ സ്റ്റേറ്റ് മൊത്തം. നമ്മൾ ഒരു പാത്രത്തിൽ ഗ്യാസ് മോളിക്യൂൾ എടുത്താൽ 1, 2, 10 മോളിക്യൂൾ, അത് മൈക്രോ സ്റ്റേറ്റാണ്. നമ്മൾ മൊത്തം മോളിക്യൂൾ പറയുകയാണെങ്കിൽ അത് മാക്രോ സ്റ്റേറ്റാണ്. അപ്പോൾ എന്താണ് മൈക്രോ സ്റ്റേറ്റ്? Microstate, it is the state of a system specified in the ultimate possible details, or it is a term used to represent one particular arrangement of particles among a given state of system. You see the definition of microstate. It is a state of a system specified in the ultimate possible details, or it is a term used to represent
one particular arrangement of particles among the given state of a system. Microstate, it is the state of a system specified in the ultimate possible details. ഇപ്പോൾ ഗ്യാസ് മോളിക്യൂൾ എടുത്താൽ ഓരോ മോളിക്യൂളുടെയും മാസ്, വോളിയം ഒക്കെ പ്രത്യേകം പറയുക. ആ രീതിയെ വിളിക്കുന്ന പേരാണ്, ആ രീതിയെ നമ്മൾ കാണുന്ന ആ സ്റ്റേറ്റിനെ വിളിക്കുന്ന പേര് മൈക്രോസ്റ്റേറ്റ്. അതായത് ഗ്യാസ് മോളിക്യൂൾ ഉണ്ടെങ്കിൽ ഓരോ മോളിക്യൂളും പ്രത്യേകം കണ്ടു പറയണം. ഓരോ മോളിക്യൂൾ, സിംഗിൾ മോളിക്യൂൾ, അതിൻ്റെ പ്രോപ്പർട്ടി അത് നമ്മൾ പഠിക്കുന്ന മൈക്രോസ്റ്റേറ്റ് രീതിയിലാണ്. ആ ഒന്നോ രണ്ടോ മോളിക്യൂൾ മാത്രം എടുത്ത് കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ ആ മോളിക്യൂളിനെ നമ്മൾ മൈക്രോസ്റ്റേറ്റിൽ ആണെന്ന് പറയാം. ഓർ ഇറ്റ് ഈസ് എ ടേം യൂസ്ഡ് ടു റെപ്രസെൻറ്റ് വൺ പർട്ടിക്കുലർ അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് എമംഗ് എ ഗിവൺ സ്റ്റേറ്റ് ഓഫ് സിസ്റ്റം. അപ്പോൾ ഒരു സിസ്റ്റത്തിലെ മൊത്തം പാർട്ടിക്കിൾ എടുത്താൽ ഏതാനും പാർട്ടിക്കിളിലെ വളരെ കുറച്ചെണ്ണത്തിൻ്റെ കേസ് പറയുക, അതിനെ മൈക്രോസ്റ്റേറ്റ് എന്ന് പറയും. ഇനി ടു ഡിഫൈൻ മൈക്രോസ്റ്റേറ്റ്. ഇപ്പം മൈക്രോസ്റ്റേറ്റ് ഡിഫൈൻ ചെയ്യാൻ എന്ത് വേണം? ടു ഡിഫൈൻ മൈക്രോസ്റ്റേറ്റ് we have to specify position coordinate and momentum coordinates. Q's and P's നമ്മൾ ജനറലൈസ്ഡ് കോർഡിനേറ്റ് സിമ്പിളാണ് ഉപയോഗിക്കുന്നത്. ജനറലൈസ്ഡ് കോർഡിനേറ്റ് നിങ്ങൾ ക്ലാസിക്കൽ മെക്കാനിക്സ് പഠിച്ചിട്ടുള്ളതാണ്. അവിടെയുള്ള കോർഡിനേറ്റ് തന്നെയാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ഉപയോഗിക്കുന്നത്. To define a microstate, we have to specify the position coordinates and momentum coordinates, that is Q's and P's. Q is the position coordinate and P is the momentum coordinate of all particles. അപ്പോൾ മൈക്രോസ്റ്റേറ്റിൽ നമ്മൾ സ്റ്റഡി നടത്തുമ്പോൾ എല്ലാ മോളിക്യൂളിൻ്റെയും എല്ലാ പാർട്ടിക്കിളിൻ്റെയും പൊസിഷൻ കോർഡിനേറ്റും അതുപോലെ മൊമെൻറ്റം കോർഡിനേറ്റും പറയണം. ദാറ്റ് ഈസ് എ മൈക്രോസ്റ്റേറ്റ് റെപ്രസെൻറ്റ്സ് ദി ഇൻസ്റ്റൻറ്റേനിയസ് പൊസിഷൻസ് ആൻഡ് മൊമെൻറ്റ ഓഫ് ഓൾ ദി പാർട്ടിക്കിൾസ് ഓഫ് ദി സിസ്റ്റം. മൈക്രോസ്റ്റേറ്റ് സൂചിപ്പിക്കുന്നത് എല്ലാ പാർട്ടിക്കിളിൻ്റെയും മൊമെൻറ്റവും പൊസിഷൻ കോർഡിനേറ്റും കൃത്യമായിട്ട് പറയുന്നതാണ്. വി ഷുഡ് ഓൾസോ സ്പെസിഫൈ ദി എനർജി സ്റ്റേറ്റ് ഓഫ് ഈച്ച് പാർട്ടിക്കിൾ ഓഫ് ദ സിസ്റ്റം. ഓരോ പാർട്ടിക്കിളിൻ്റെയും എനർജി സ്റ്റേറ്റും പറയേണ്ടി വരും ഈ മൈക്രോസ്റ്റേറ്റിൽ. ഇത് മൈക്രോസ്റ്റേറ്റ് മേ ചേഞ്ച് കണ്ടിന്യൂസ്ലി വിത്ത് ടൈം അനുസരിച്ച്, ടൈം മാറുന്നത് ഒപ്പിച്ച് മൈക്രോസ്റ്റേറ്റ് മാറിക്കൊണ്ടിരിക്കുക. കാരണം മോളിക്യൂളുടെയൊക്കെ എനർജി സമയം കഴിയും തോറും മാറും. ഇനി എന്താണ് മാക്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ? മാക്രോസ്റ്റേറ്റ്, വാട്ട് ഈസ് മാക്രോസ്റ്റേറ്റ്? മാക്രോസ്റ്റേറ്റ് അതായത് മൈക്രോസ്റ്റേറ്റ് നമ്മൾ വളരെ കുറച്ച് കാര്യം പറയണേ, മാക്രോ വളരെ വലിയ കാര്യം, ഒരു സിസ്റ്റത്തിൻ്റെ മൊത്തം കാര്യം പറയുന്നതാണ്. Macrostate is one that can be distinguished from all other states by observations made on the system in an actual experiment or in a realizable hypothetical experiment. ഒരു പരീക്ഷണം ചെയ്തിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം. ഇപ്പോൾ നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ ഒരു മോളിക്യൂൾ നമ്മൾ ചെയ്യാറില്ല. ഒരു വെസലിനകത്തുള്ള ഗ്യാസിലാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ മൊത്തം ഗ്യാസ് എടുത്താണ് നമ്മൾ അതിൻ്റെ ബിഹേവിയർ പഠിക്കാറുള്ളത് പല കേസിലും. മൈക്രോസ്റ്റേറ്റ് ഇസ് വൺ ദാറ്റ് ക്യാൻ ബി ഡിസ്റ്റിങ്വിഷ്ഡ് ഫ്രം ഓൾ അതർ സ്റ്റേറ്റ്സ് ബൈ ഒബ്സർവേഷൻസ് മെയ്ഡ് ഓൺ സിസ്റ്റം ഇൻ ആൻ ആക്ച്വൽ എക്സ്പെരിമെൻറ്റ്. യഥാർത്ഥ പരീക്ഷണത്തിലൂടെ അല്ലെങ്കിൽ നമുക്ക് അത് യാഥാർത്ഥ്യമാക്കാവുന്ന ഒരു സാങ്കല്പിക പരീക്ഷണത്തിലൂടെ ഒരു സിസ്റ്റത്തിൻ്റെ ക്വാണ്ടിറ്റീസ്, അതിൻ്റെ എനർജിയൊക്കെ അളക്കുമ്പോൾ അത്തരം സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് മാക്രോസ്റ്റേറ്റ്. A macrostate is a state of a system which is represented by the macroscopic coordinates like pressure P, volume V, temperature T, density rho in the equilibrium state. അപ്പോൾ ഈ മാക്രോസ്റ്റേറ്റിൽ നമ്മൾ പ്രധാനമായിട്ടും ഒരു ഗ്യാസിനെ സംബന്ധിച്ച് അളക്കുന്നത് അതിൻ്റെ പ്രഷർ, അതിൻ്റെ വോളിയം, ടെമ്പറേച്ചർ, ഡെൻസിറ്റി ഒക്കെ ആയിരിക്കും ഈ ഗ്യാസ് ഇക്വിലിബ്രിയം സ്റ്റേറ്റിലിരിക്കുമ്പോൾ. മൈക്രോസ്റ്റേറ്റിലാണെങ്കിൽ നമ്മൾ മോളിക്യൂളർ മാസ് അല്ലെങ്കിൽ മോളിക്യൂളർ വോളിയൊക്കെ പറയാൻ പറ്റും നമുക്ക്. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൊത്തം സിസ്റ്റത്തിന് വേണ്ടി പറയുന്നതാണ്. അപ്പോൾ ഇവിടെ
ഈ പാരാമീറ്റേഴ്സ് പി വി ടി ഡെൻസിറ്റി എല്ലാം മാക്രോസ്കോപ്പിക് ക്വാണ്ടിറ്റികളാണ്, സിസ്റ്റത്തിന് മൊത്തം പറയുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന ഒരു സെൻറ്റൻസ് ലാസ്റ്റ് പറഞ്ഞതാണ്, a macrostate is a state of a system. Macrostate is a state of a system which is represented by the macroscopic coordinates like pressure P, volume V, temperature T, density rho. In the equilibrium state corresponding to a macrostate. ആ സെൻറ്റൻസ് ആണ്. corresponding to a macrostate. corresponding to a ഒരു സെൻറ്റൻസ്, ന്യൂ സെൻറ്റൻസ്. corresponding to a macrostate there will be large number of microstates. അപ്പോൾ അനേകം മൈക്രോസ്റ്റേറ്റുകൾ കൂടി ചേർന്ന ഒരു മാക്രോസ്റ്റേറ്റ്. ഇപ്പോൾ ഒരു ഗ്യാസ് വെസൽ, അതിനകത്തുള്ള ഗ്യാസിനെ നമ്മൾ അനേകം സെക്ഷൻസ് ആയിട്ട്, അനേകം സെല്ലുകളായിട്ട്, അനേകം സ്മോൾ വോളിയമായിട്ട് ഭാഗിച്ചാൽ ഒരു ചെറിയ വോളിയത്തെ വിളിക്കുന്ന പേര് മൈക്രോസ്റ്റേറ്റ്. അത്തരം അനേകം മൈക്രോസ്റ്റേറ്റുകൾ കൂടി ചേർന്നാണ്, ലാർജ് നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റുകൾ കൂടി ചേർന്നാണ് ഒരു മാക്രോസ്റ്റേറ്റ്. മാക്രോസ്റ്റേറ്റ് ബൾക്ക് കേസ് പറയുന്നതാണ്, മൈക്രോസ്റ്റേറ്റ് വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതാണ്. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ആർ മൈക്രോസ്റ്റേറ്റ് ആൻഡ് മാക്രോസ്റ്റേറ്റ്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. You remember, corresponding to a macrostate there will be large number of microstates. That is all with your first lecture on statistical physics. Thank you very much.